ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്തതായി വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്തതായിട്ട് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഫയൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഫയൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തതായി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റങ്ങൾ, ചേഞ്ചസ്, അതേപോലെ തന്നെ ലൂപ്പ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനിയൊരു ലൂപ്പ് വരാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇത്രയും ടൈം നിങ്ങളുടെ ലൈഫിൽ നിന്നും കഴിഞ്ഞൊരു സമയം ആ ഒരു ലൂപ്പ് എൻഡ് ആയി, ടോട്ടൽ ആ ഒരു ലൂപ്പ് എൻഡ്. അത് മേ ബി റിലേഷൻഷിപ്പ് ആയിരിക്കാം, കരിയർ ആയിരിക്കാം, നിങ്ങളുടെ ഫിനാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് ആയിരിക്കാം. അപ്പം ആ ഒരു ടൈം എൻഡ് ആയതിനു ശേഷം, കാലത്തിനനുസരിച്ച് നിങ്ങളുടെ ടൈം എൻഡ് ആയതിനു ശേഷം പുതുതായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്താണോ വരാൻ നിൽക്കുന്നത് ആ ഒരു റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 ഫയൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു ഫയൽ സെലക്ട് ചെയ്യണം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. അതായത് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഫയൽ. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഫയൽ, ഇതാണ് രണ്ടാമത്തെ ഫയൽ. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു ഫയൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ ഫയൽ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. അതായത് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ഫയൽ, ഫസ്റ്റ് ഫയൽ. അപ്പോൾ കൂടുതലും നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ്. ഇതിൽ നിങ്ങളുടെ ജസ്റ്റ് കറണ്ട് സിറ്റുവേഷൻ ഒക്കെ പെടും കേട്ടോ. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, അതേപോലെ തന്നെ എന്താ പറയാ, നിങ്ങളുടെ ലൂപ്പിന് പോകാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ്, അതൊക്കെ ഇതിൻ്റെ അകത്ത് പെടാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഫയൽ, ഐ തിങ്ക് ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത് നിൽക്കുന്ന മിക്കുള്ളവരുടെ എനർജിയോട് എനിക്ക് കിട്ടുന്ന സമയത്ത് ടോട്ടലി ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാവരും ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഒരു വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ട് എന്താ പറയുക, എന്തിനൊക്കെയോ ഭയങ്കരമായിട്ട് ഒരു പെയിൻ അനുഭവിക്കുന്ന, എന്തൊക്കെയോ ചിന്തിച്ച് ആലോചിച്ച് മെന്റൽ കോൺഫ്ലിക്റ്റ് അടിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ. ഫാമിലി പരമായിട്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ റിലേഷൻ പരമായിട്ടായിരിക്കാം, എന്തൊക്കെയോ കാത്തിരിക്കുന്ന, എന്തിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന കുറച്ചധികം വ്യക്തികൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഭയങ്കരമായിട്ടും ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ. നിസ്സഹായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് ഈ ഒരു സമയം മിണ്ടാൻ പറ്റുമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല. ടോട്ടലി ഓൾമോസ്റ്റ് എന്താ പറയാ, ഒരു ടോട്ടലി ഒരു എൻഡിങ് അവസ്ഥ, എൻഡിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട്, ഒരു മൂഡ് സ്വിങ്സ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു മൂഡ് സ്വിങ്സ് ആയിരിക്കാം. നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഭയങ്കരമായിട്ടും ഇല്ലാത്തൊരു സിറ്റുവേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ ചിന്തിക്കേണ്ടത്, എന്താണോ ആഗ്രഹിക്കേണ്ടത്, അതൊന്നും നിങ്ങളുടെ ലൈഫിൽ കറക്റ്റ് വരുന്നില്ല, വരാത്തൊരു സിറ്റുവേഷനിലൊക്കെ പോകുന്ന കുറച്ചധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് എന്താ പറയാ, ഒരു സൈക്കിക് എനർജി ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എനർജി പരമായിട്ട് എനർജി ഡൗൺ ചെയ്ത് കളയുന്ന ഒരു സിറ്റുവേഷൻസിലായിരിക്കാം. അങ്ങനെയൊക്കെ കുറച്ചധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓൾമോസ്റ്റ് കുറെ എനർജി, അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഐ തിങ്ക് നിങ്ങൾ പ്യുവർ ഹെർട്ട് ആണ്, അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ഒരു സോൾ ആയിരിക്കാം, പ്യുവർ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഡൗൺ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ എനർജിയോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് പ്രൊവൈഡ് ആവത്തില്ല. നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും, എത്രത്തോളം ഹാപ്പി ആയിട്ട്, എത്രത്തോളം ചിരിച്ചിരിക്കാൻ പറ്റും, അത്രത്തോളം എനർജി നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റും യൂണിവേഴ്സിന്. അപ്പം നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡൗൺ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു കറന്റ്ലി ഒരു ലൂപ്പ് എന്ന് പറയുന്നത്, ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ വിളിച്ചു വരുത്തിയ ഒരു റിലേഷൻ കാരണം, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു വ്യക്തിയെ പ്രണയിച്ചതിന്റെ പേരിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേയധികം പ്രശ്നങ്ങൾ, കുറേയധികം ഇഷ്യൂസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് ഭയങ്കരമായിട്ട് നിങ്ങളെ മാനസികപരമായിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ടും അലട്ടുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം
നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ആഗ്രഹിച്ചിട്ടും നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയെ മറക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ആ ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ മെന്റൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകുന്നില്ല. കാരണം എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. അതായത് അത് തന്നെ ഒരു ലൂപ്പായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ തന്നെ നിങ്ങൾക്ക് ലൂപ്പായിട്ട് മാറുന്നു. നിങ്ങൾ എന്തൊക്കെ ചിന്തിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. മേ ബി കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കുറച്ചധികം ആൾക്കാർ കടന്നു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ കയറിയതിന് ശേഷം കുറെ അധികം ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വന്ന് കർമ്മപരമായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് അവേക്കനിങ് ആക്കി വിടുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഈ ലൂപ്പ് നിങ്ങൾക്ക് ഈ ലൂപ്പിൽ നിന്ന് എങ്ങനെ ഇറങ്ങണം, അല്ലെങ്കിൽ ഈ ലൂപ്പിൽ നിന്നും എങ്ങനെ നിങ്ങൾക്ക് ചേഞ്ച് ആവണം എന്ന് അറിഞ്ഞുകൂടാത്തൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നു. ടോട്ടലി ട്രോമ സെൽസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി കാരണം ഉണ്ടായ ട്രോമ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും വരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഒന്നും രണ്ടും ട്രോമാസ് അല്ല ഇത് കാരണം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് പല പല ട്രോമാസ് അല്ലെങ്കിൽ പല പല അൺലോക്ക് ആയിട്ടുണ്ട്, പല പല സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അൺലോക്ക് ആയിട്ടുള്ള ഒരു ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം എന്ന് പറയുന്നത് എന്താ പറയാ, ഓരോ കുരുക്ക് വന്ന് വീണിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളത് എത്ര ആലോചിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നത്, നിങ്ങളത് എത്ര ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ആ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സമയമാണ്. കാരണം യുവർ അവേക്കനിങ്, നിങ്ങൾ അവേക്കനിങ് ആയിരിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു, ഈ ഒരു കാര്യത്തിൽ നിന്ന് കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിവേഴ്സ് നിങ്ങളെ ഇങ്ങനത്തെ ഒരു കാര്യത്തിലോട്ട് കൊണ്ടിടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് വരാൻ വേണ്ടിയിട്ടാണ്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷനിലാണോ നിങ്ങൾ പോകേണ്ടത് അതിലോട്ട് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈഫ് അല്ലെങ്കിൽ ഈ ഒരു പാത നിങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരേണ്ടി വരുന്നത്. അവിടെ നിങ്ങൾ കുറേയധികം പെയിൻ അനുഭവിക്കേണ്ടി വരും, കുറേയധികം സിറ്റുവേഷൻ ഡൗൺ ആവേണ്ടി വരും, നിങ്ങൾ മാനസികമായിട്ട് ഡൗൺ ആയിട്ടുള്ള പല സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. എങ്കിൽ പോലും അവസാനം ലൂപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മ തീർക്കാൻ വേണ്ടിയിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ കർമ്മ തീർക്കാൻ വേണ്ടിയിട്ടുമായിരിക്കും ഇങ്ങനത്തുള്ള ജേർണീസ്, ഇങ്ങനത്തുള്ള ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ പറ്റുന്നത് എന്ന് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏതോ ഒരു സമയത്ത് ചെയ്തു വെച്ചിരുന്ന, അല്ലെങ്കിൽ ഏതോ ഒരു ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നല്ല കർമ്മയായിരിക്കാം, ചീത്ത കർമ്മയായിരിക്കാം. കാരണം എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ ചെറുപ്രായത്തിൽ ചെയ്ത ഒരു ആഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തൊരു ആഗ്രഹങ്ങളുടെ പേരിലായിരിക്കും ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മേ ബി നിങ്ങൾക്കത് അറിയാൻ പറ്റത്തില്ലായിരിക്കാം, നിങ്ങളത് അറിയുന്നില്ലായിരിക്കും. കാരണം നമ്മൾ മറന്നാൽ, മനുഷ്യർ മറന്നു കഴിഞ്ഞാലും മറക്കാത്ത ഒരു കൂട്ടം എന്ന് പറയുന്നത് കാലം ഒരിക്കലും ഇതൊന്നും മറക്കത്തില്ല. കാലചക്രം മാറി കറങ്ങുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വിട്ട് കറക്കി കളയും. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ പോകേണ്ടി വരും. അപ്പം കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലെൻസ് ചെയ്യേണ്ടി വരും. മേ ബി നിങ്ങൾ പണ്ട് കൊച്ചിലെ അല്ലെങ്കിൽ ഏകദേശം ചെറിയൊരു പ്രായത്തിൽ നിങ്ങൾ അത്രത്തോളം അഹങ്കാരം അഹംഭാവം കാണിച്ച് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, മേ ബി എന്താ പറയാ, അവന് അതുണ്ട്, അതിന് ഞാൻ അഹങ്കരിക്കുന്നു എന്നൊക്കെ ഉള്ള സിറ്റുവേഷൻ നിങ്ങളുടെ മനസ്സിൽ തന്നെ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ആഫ്റ്റർ ഓൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ വന്ന് നിൽക്കുന്ന സമയത്ത് മേ ബി അത് നിങ്ങൾക്കും അട്രാക്റ്റഡ് ആവും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ടും അത് വരാനുള്ള ചാൻസ് ഭയങ്കരമായിട്ടും കൂടുതലാണ്. ഓക്കെ, അപ്പം ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഈ കർമ്മ ബോണ്ടിങ് ആണ്, കർമ്മപരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം അതെല്ലാം നിങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടി നോക്കുക ഈ ഒരു സമയത്ത്. കാരണം ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് ജനറേഷൻ ലീഡ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങളെ കൂടുതലും ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു എനർജിയിലോട്ട് നിങ്ങൾ പോവുകയാണ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു ലൂപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ പറയാ, നിങ്ങൾ ആരെയോ ഭയങ്കരമായിട്ടും ചേസ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ ആരുടെയൊക്കെ പുറകെ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഡിവൈൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നത് വേറൊരു വഴിയായിരിക്കും കാണിച്ചു തരുന്നത്. പക്ഷെ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. മേ ബി നിങ്ങൾക്ക് അതിനെ എറിഞ്ഞിടാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ആവാഹിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് അത് വരും എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ഈ സമയത്ത് നിങ്ങളുടെ പറഞ്ഞ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വിധിപ്രകാരം നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട ആൾക്കാർ മാത്രമേ നിങ്ങളുടെ ലൈഫിലോട്ട് എന്തൊക്കെ വന്നാലും നിങ്ങളുടെ ലൈഫിലോട്ട് വരത്തുള്ളൂ. അത് നിങ്ങൾ എത്ര പിടിച്ചു നിർത്തി കഴിഞ്ഞാലും, എന്തൊക്കെ സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാലും, എന്തൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലും, അവർ വരണോ വരണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് യൂണിവേഴ്സലായിട്ടാണ്. വരണം എന്ന് അല്ലെങ്കിൽ വരണ്ട എന്ന് തീരുമാനിക്കേണ്ടത് യൂണിവേഴ്സലാണ്. അപ്പം കുറെ അധികം ആൾക്കാർ എനിക്ക് ഇവിടെ ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് കണക്ഷൻസ് ഒക്കെ ആയിട്ട് കുറച്ചധികം ആൾക്കാർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഓൾമോസ്റ്റ് ആൾക്കാരുടെ സിറ്റുവേഷൻസ് ഇതൊക്കെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഓക്കെ,
ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് കരിയർ പരമായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് കടന്നു പോകേണ്ട, അല്ലെങ്കിൽ കരിയർ പരമായിട്ടുള്ള ഒരു അവേക്കനിങ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ നേടണം, എന്തൊക്കെയോ ആഗ്രഹിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഡബിൾ എനർജീസ് ആയിട്ടുള്ള കുറേ അധികം സിറ്റുവേഷൻസ് ഉണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങളെ മാറ്റാൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മാത്രമേ ചേഞ്ച് ആവത്തുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ മാത്രമേ ചേഞ്ച് എത്തുള്ളൂ. നെക്സ്റ്റ് ലൂപ്പിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു ഏറ്റവും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വഴി എന്താണെന്ന് അറിയാൻ പറ്റും. നിങ്ങൾ കാത്തിരിപ്പിന് നിങ്ങൾ വിരാമം ഉണ്ടാക്കും. അതുപോലെ തന്നെ എന്താ പറയാ, നിങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ഒരു നെക്സ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ഒരു ലൂപ്പാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ, ജോബ് നിങ്ങൾക്ക് ആഗ്രഹം, മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത്. നിങ്ങൾക്ക് യൂണിവേഴ്സിലുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കുറേ അധികം മെറ്റീരിയൽ ലൈഫിൽ നിങ്ങൾക്ക് കുറച്ചധികം എന്താ പറയാ, മെറ്റീരിയൽ ലൈഫിൽ കുറേ അധികം ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. മെറ്റീരിയൽ ലൈഫിൽ കുറേ അധികം ആഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഏതൊക്കെയോ വ്യക്തിയെ ഭയങ്കരമായിട്ടും കിനാവ് കണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആവേണ്ട വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഒരു കൊച്ചിനെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു സമയം നെക്സ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, എത്രത്തോളം നിങ്ങൾ ആ ഒരു ലൂപ്പിൽ നിന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, അത്രത്തോളം നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നേടാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങളുടെ ലൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ നിങ്ങളുടെ ചിന്തകളാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ചിന്തകളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടോട്ടലി യൂണിവേഴ്സലാണ്. അപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിലോ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹീൽ ചെയ്യാനുണ്ടെങ്കിലോ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലോ, അത് നിങ്ങൾക്ക് ഡിവൈൻ പരമായിട്ട് നിങ്ങളുടെ അടുത്തോട്ട് കൊണ്ടെത്തിക്കും ഈ പറയുന്ന ആൾക്കാരെ, യൂണിവേഴ്സൽ പരമായിട്ടുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ ടാരോട്ട് റീഡേഴ്സിനെ പാകപ്പെടുത്തി നിങ്ങളുടെ അടുത്തോട്ട് എത്തിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടലി നിങ്ങളെ ഹീൽ ചെയ്യാനും നിങ്ങളുടെ വിഷമത്തിനൊരു ഒരു എന്താ പറയുക, ഒരു ശതമാനമെങ്കിലും ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലോട്ട് തരാൻ വേണ്ടിയിട്ടും ഈ ഒരു സിറ്റുവേഷൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സിറ്റുവേഷൻ. ഈ ഒരു സമയത്തിനെ സംബന്ധിച്ച് നിങ്ങളുടെ അടുത്ത ലൂപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലൂപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടലി അവേക്കനിങ് തന്നെയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് തന്നെയാണ്. ചിന്തകൾ നിങ്ങളുടെ കൺട്രോളിൽ ഉണ്ടാവുന്നത് തന്നെയാണ്. ആരെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്, എന്തൊക്കെ സിറ്റുവേഷൻ ആണ് നിങ്ങൾ നശിപ്പിക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് റിയലൈസ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അടുത്തതായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഏറ്റവും വലിയ ലൂപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താ പറയാ, നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ നിൽക്കുന്ന കുറേ അധികം ബ്ലെസ്സിങ്സ്, നിങ്ങളുടെ ലൈഫിലേക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്തോ കാര്യങ്ങൾ, ജോബ്, കരിയർ, അടുത്ത യാത്ര പോകാൻ നിൽക്കുന്ന കുറേ അധികം ആൾക്കാർ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു വെളിച്ചം തെളിഞ്ഞതിന് ശേഷം ജോബ്, കരിയർ, ഫിനാൻസിലൊക്കെ നിങ്ങൾക്ക് കുറേ അധികം മെച്ചപ്പെട്ട ലൈഫിലോട്ട് നിങ്ങൾ കയറുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇത്ര നാൾ വെളിച്ചമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ എന്തിനേക്ക് മുതിർന്ന് ഇറങ്ങുകയാണ്, എന്തൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങുകയാണ്, നിങ്ങൾ കംഫർട്ട് സോൺ പൊട്ടിക്കാൻ പോവുകയാണ്. ഇത്രയും നാൾ കംഫർട്ട് സോൺ പൊട്ടിക്കാണ്ടിരുന്ന വ്യക്തികളാണെന്നുള്ള ഞാൻ 100% ഉറപ്പാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കംഫർട്ട് സോൺ പൊട്ടിച്ചിരിക്കും. അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. സീരിയസ്ലി നിങ്ങളുടെ കംഫർട്ട് സോൺ പൊട്ടിച്ചിരിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സലായിട്ട് നിങ്ങളുടെ കംഫർട്ട് സോൺ എല്ലാം പൊട്ടിക്കും. അതിൽ ഞാൻ 100% ഗ്യാരണ്ടിയാണ്. കാരണം എനിക്ക് യൂണിവേഴ്സ് എനർജി സെൻഡ് ചെയ്ത് തരാണ്ട്, എനിക്ക് യൂണിവേഴ്സ് എൻ്റെ അടുത്ത് പറയാണ്ട് ഞാൻ ഒരു വീഡിയോ ഇന്നേ വരെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത് യൂണിവേഴ്സ് പറഞ്ഞാൽ മാത്രമാണ് എനിക്ക് ആ എനർജിയിൽ ഇരുന്ന് ചെയ്ത് നിങ്ങളെ ക്ലെൻസ് ചെയ്ത് നിങ്ങൾ അതിലോട്ട് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും, കാത്തിരിപ്പ് ഉണ്ടാവും, ആരൊക്കെ കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലേറ്റപ്പ് ഉണ്ടായി കാണത്തില്ല. ഇന്നേ വരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തിലേക്കോ കംഫർട്ട് സോൺ പിടിച്ചിരിക്കുവായിരുന്നു, അല്ലെങ്കിൽ എന്തിലേക്കോ നിങ്ങൾ ഭയങ്കരമായിട്ടും ഒരേ ലൂപ്പിൽ തന്നെയായിരിക്കും പൊയ്ക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് റിട്ടേൺ പിന്നെയും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുന്നത് എംപ്രസ് കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട സിറ്റുവേഷൻസ്, നിങ്ങളുടെ ലൈഫിൽ വരേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിലോട്ട് വരാനിരിക്കുന്ന കുറേ അധികം സിറ്റുവേഷൻസ് ഒക്കെ ഈ ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റഡ് ആവും എന്നുള്ളതാണ് കാണിക്കുന്നത്. അൾട്ടിമേറ്റ് കൺട്രോളിങ് പവർ നിങ്ങളുടെ കയ്യിൽ വരുന്നു എന്നുള്ളത് ഈ ഒരു സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം ഭയങ്കരമായിട്ടുള്ള ഒരു അവേക്കനിങ് ഉണ്ടാവുന്നുണ്ട്.
ഈ ഒരു അവേക്കനിങ് എന്ന് പറയുന്നത് നിങ്ങളെ മാറ്റുന്നത് നെക്സ്റ്റ് ഒരു വലിയൊരു ലൂപ്പിലോട്ടാണ്. ആ ഒരു ലൂപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സൈക്കിക് അറ്റാക്ക്, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുറേയധികം ചേഞ്ചസ് നിങ്ങളെ മാറ്റി നിങ്ങളെ കൂൾ ആക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെന്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്, ആ ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് മാറ്റി തരാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കാം ആവാൻ പറ്റും. കാം ആവുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പീസ്ഫുൾ റെസൊല്യൂഷൻ, നിങ്ങൾ ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചെടുക്കാൻ പറ്റും. ഓൾമോസ്റ്റ് തന്നെ ഇനി ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഈ റീഡിങ് എന്ന് പറയുന്നത് ഈ റീഡിങ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കുറേ അധികം ആൾക്കാർക്ക് കുറേ ഉപകാരം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. നിങ്ങളുടെ വിഷമത്തിനൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറച്ച് തരാൻ പറ്റും. കാരണം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റീഡിങ്ങിനോടൊപ്പം തന്നെ ഞാൻ അതേപോലെ തന്നെ ഹീലിങ്ങും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രണ്ട് പ്രവർത്തനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ റീഡിങ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ടോട്ടലി നിങ്ങൾക്ക് ഹീലിങ്ങും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് കൂടുതലും എന്തോരം നിങ്ങൾക്ക് ഡൗൺ എനർജി ഉണ്ടോ അതൊക്കെ മാറി നിങ്ങൾക്ക് നല്ലൊരു എനർജി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തുള്ള സിറ്റുവേഷൻസ് ഡിവൈൻസ് കൊണ്ട് തരുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള എഴുതി വെച്ചിരുന്ന കുറേയധികം കണക്ക് പ്രകാരം നിങ്ങളുടെ ലൈഫിലോട്ട് വരേണ്ട കുറേയധികം സിറ്റുവേഷൻസ് ഉണ്ട്. അത് നിങ്ങളുടെ ലൈഫിലോട്ട് നല്ല നല്ല കാര്യങ്ങളായിട്ട് വരും. നല്ല നല്ല ലൂപ്പുകൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബ്ലെസ്സിങ്സ് ആയിട്ടുള്ള കുറേയധികം ആഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു സമയം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് നിങ്ങൾ ഈ സമയം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളിനി എന്താ പറയാ എൻജോയ്മെന്റ് ചെയ്യുന്നത് നൈറ്റ് ലൈഫ് ആയിരിക്കും. നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ എൻജോയ്മെന്റ്, നിങ്ങൾക്ക് ഫീലിങ്സ്, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സ്, നൈറ്റ് ലൈഫ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു 6 മണിക്ക് ശേഷമുള്ള ഒരു ടൈം നിങ്ങളെ സംബന്ധിച്ച് ഒരു ലൂപ്പ്, ഇനി വരാൻ പോണ ലൂപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടൊരു ബ്ലെസ്സിങ്സ് ആയിരിക്കും. ഭയങ്കരമായിട്ടും എനർജറ്റിക്കലി നിങ്ങൾ ഭയങ്കരമായിട്ടും അവേക്കനിങ് ആവാൻ തുടങ്ങും. അതേപോലെ തന്നെ നിങ്ങൾ ആരാധിക്കുന്ന ഡിവൈൻസ്, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ നിങ്ങളുമായിട്ട് കൂടുതലും കമ്മ്യൂണിക്കേഷൻ വരാൻ തുടങ്ങും, കമ്മ്യൂണിക്കേഷൻ അടുക്കാൻ തുടങ്ങും. കാരണം നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് തരാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഏത് ദൈവത്തിനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏത് വ്യക്തിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനലി തരും എന്നുള്ളതാണ് ഈ ഒരു ലൂപ്പിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത്. അപ്പം നെക്സ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയോ പോകാനുള്ള സമയമായിരിക്കുന്നു. നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു ബ്ലെസ്സിങ്സ് ആയിട്ടുള്ള ഒരു വെളിച്ചം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നു. ഒരു ജോബ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടി പറ്റുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട്, ജോബ് പരമായിട്ടുള്ള കാര്യങ്ങൾ, ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി, റിലേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ, അടുത്തൊരു റിലേഷൻഷിപ്പിലോട്ട് നിങ്ങൾ കയറാൻ പോകുന്നു. അപ്പോൾ കുറേ അധികം വെളിച്ചം നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് ചിന്തിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ ഇപ്പോഴും കറന്റ് നിങ്ങൾ കുറേ അധികം ആൾക്കാർ ചിന്തിച്ച് നിൽക്കുകയാണ് നെക്സ്റ്റ് ലൂപ്പ് നിങ്ങൾക്ക് വരാൻ വേണ്ടി. പക്ഷേ നിങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഡിവൈനായിട്ട് നിങ്ങൾ അതിലോട്ട് ഇറക്കിക്കോളും. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ക്യൂട്ട് ആവാൻ തുടങ്ങുന്നു. ഈ സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടി തുടങ്ങുന്നു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മെന്റൽ ഹെൽത്ത്, അതിനൊക്കെ നിങ്ങൾ കൂടുതലും എന്തൊക്കെയോ ഇതിടാൻ പോകുന്നു. അതേപോലെ തന്നെ നിങ്ങൾ അതിരിടാൻ പോകുന്നു. ഏതൊക്കെയോ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ കയറി വരണ്ട എന്നുള്ളൊരു അതിരിടാൻ പോകുന്നു എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു ലൂപ്പിനെ പറ്റി എനിക്ക് പറയാൻ പോകുന്നത്. ഡിവൈൻ പവർ എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ് ഡിവൈൻ പവർ ആട്ടോ. നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഡിവൈൻ പവർ ആയിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം എന്ന് പറയുന്നത് ഈ ഒരു പവർ എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് തേർഡ് ഓണായി കിട്ടുന്നു. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നു, നിങ്ങൾക്ക് എനർജി നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാൻ പറ്റുന്നു. അതേപോലെ തന്നെ എന്താ പറയാ, ആഗ്രഹങ്ങൾ നേടുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നതിന് മുന്നേ നിങ്ങൾക്കത് റിയലൈസേഷൻ ചെയ്യാൻ പറ്റുന്നു. ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെവിൾ എനർജി ഉള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലെൻസ് ചെയ്തിട്ട് ബ്ലെസ്സിങ്സ് ആയിട്ടുള്ള എനർജി മാത്രം നിങ്ങൾ നേടാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. സ്റ്റാർ എനർജി ഇഷ്ടംപോലെ നിങ്ങൾക്ക് ഇനി നൈറ്റ് ലൈഫിൽ ഇഷ്ടംപോലെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത സംഭവങ്ങളൊക്കെ നിങ്ങൾ ഇനി എക്സ്പീരിയൻസ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്ത ഇതിന് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം. അടുത്തായിട്ട് നമുക്ക് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ റീഡിംഗ്, അതായത് ഈ ഒരു പൈൽ. സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഓക്കെ, സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ കാർഡ്സ് വന്നു കഴിഞ്ഞു.
നമുക്ക് നോക്കാം എന്താണ്. സെക്കൻഡ് പൈൽ നിങ്ങളുടെ ലൂപ്പ് എന്ന് പറയുന്നത് ഐ തിങ്ക് ഞാൻ പറയുന്നു സെക്കൻഡ് പൈൽ ഇസ് എ ബ്ലെസ്സിങ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഫാമിലി തർക്കം ഉണ്ടാവുന്നുള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫാമിലി പരമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങൾ, ഫാമിലി പരമായിട്ടുള്ള കുറേയധികം തർക്കങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. ജോബ് പരമായിട്ട് കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കരിയർ പരമായിട്ടും കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന കോമ്പറ്റീഷൻ ആണ്. നിങ്ങളെ നശിപ്പിച്ച് മുന്നോട്ട് കയറി പോകണം എന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തൊരു ഫയർ ഉണ്ട് ഉള്ളിൽ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുണ്ട്. അതിലോട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ബിസിനസ് ആയിരിക്കും, എന്തോ ചേമ്പറാണ്, എന്തോ ഒരു സിറ്റുവേഷൻ, റിലേഷൻഷിപ്പ് ആയിരിക്കും. പക്ഷെ അതിലോട്ട് നിങ്ങൾ എത്തരുത്, അതിലോട്ട് നിങ്ങൾ ഒരിക്കലും എത്തിപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവർ നിങ്ങളെ പല രീതിക്ക് നിങ്ങളെ പലതും പറഞ്ഞ് നിങ്ങൾ മേളിലോട്ട് കയറ്റിയതിനു ശേഷം നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. അതൊരു കരിയർ പരമായിട്ടായിരിക്കും, ഫിനാൻഷ്യൽ പരമായിട്ടായിരിക്കും, റിലേഷൻ പരമായിട്ടായിരിക്കും. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് റിലേറ്റഡ് ആവുന്നത് അതായിട്ട് മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് കുറേ അധികം ആൾക്കാർ വരും. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ഇഷ്ടംപോലെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. പക്ഷെ അത് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒന്നും നേടരുന്ന ആൾക്കാരായിട്ടാണ്. നിങ്ങൾക്ക് നേടാനും പാടില്ല, അവർക്ക് നേടാനും പാടില്ല സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് അവർ ചെയ്യത്തുമില്ല, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തുമില്ല എന്നുള്ള സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വരുന്നൊരു ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹങ്ങൾ, നിങ്ങൾ പാഷൻ തേടി പോകാൻ വേണ്ടി തുടങ്ങും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണുള്ളത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണുള്ളത്, അത് നിങ്ങൾ തേടി പോയിട്ട് നിങ്ങളാവാൻ വേണ്ടി മാക്സിമം നോക്കും എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നത്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറേയധികം ഹാപ്പിനെസ് ഉണ്ട്, കുറേയധികം എൻജോയ്മെന്റ് ആയിട്ടുള്ള കുറേയധികം സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു പ്യൂർ ഹാർട്ടാണ്, നിങ്ങൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത്, നിങ്ങൾ എപ്പോഴും എന്താ പറയുക ആഗ്രഹങ്ങൾ തേടി പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളത് ജസ്റ്റ് പോയി എടുത്താൽ മാത്രം മതി. കാരണം എന്ന് പറയുന്നത് യു ആർ എ ജെന്യൂൻ പേഴ്സൺ. നിങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ജെന്യൂൻ പേഴ്സൺ ആണ്. ഒരുതരം ഈഗോയോ അല്ലെങ്കിൽ ഒരുതരം നെഗറ്റിവിറ്റീസോ ഒരുതരം പൊസസീവ്നെസ്സോ ഇല്ലാത്ത ആളുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് അടിപൊളി ഡ്രസ്സിങ് സെൻസ് ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ബ്ലെസ്സിങ്സ് ഉള്ള ആൾക്കാരായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഡിവൈൻ പവർ ഉള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫയർ എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അത്രത്തോളം നിങ്ങൾക്ക് മാജിക്കൽ പവർ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ്. ഐ തിങ്ക് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ തന്നെ റിലേഷൻഷിപ്പ് തന്നെയാണ്. റിലേഷൻഷിപ്പിൽ പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സ് എവിടെയോ നഷ്ടപ്പെട്ട് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയോ കളഞ്ഞു കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നു. മേ ബി 5 വർഷമായിരിക്കാം, 5 മാസമായിട്ടായിരിക്കാം, 5 എന്തോ ഒരു പവറുള്ള ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം അത്രയും നാളായിട്ട് നിങ്ങൾ ഡൗൺ സിറ്റുവേഷനാണ്. ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ ഫെയിലിയർ ആണ്. ഫെയിലിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സ് കളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ മനസ്സ് വേണ്ട എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സ് ഓപ്പോസിറ്റ് വീട്ടിന്റെ വെളിയിൽ എടുത്ത് വെച്ചേക്കാണ്. നിങ്ങൾ ജസ്റ്റ് പോയി എടുത്താൽ മാത്രം മതി. ആ വ്യക്തി ഡോർ ലോക്കാണ്, ആ വ്യക്തിയുടെ വീട്ടിന്റെ ഡോർ ലോക്കാണ്. അവരെടുത്ത വീട്ടിന്റെ ഫ്രണ്ടിൽ നിങ്ങളുടെ മനസ്സെടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളത് പോയി എടുക്കുന്നില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് നിങ്ങളത് റിയലൈസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ അച്ചീവ്മെന്റ്സ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഡൗൺ ഫെയിലിയർ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. അതൊരു റിലേഷൻഷിപ്പിലായിരിക്കാം ആദ്യം ആൾക്കാർക്ക് വരുന്നത്. അതൊരു അവേക്കനിങ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈഫിലോട്ട് വരുന്നത്. അത് ജസ്റ്റ് റിയലൈസേഷൻ ചെയ്തതിന് ശേഷം ആ ഒരു എനർജി നിങ്ങൾ അട്രാക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലൂപ്പിലോട്ട് കയറാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ലൂപ്പ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ കറക്റ്റ് കണക്റ്റഡ് ആവും എന്താണെന്നുള്ളത്. ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സിറ്റുവേഷൻസ് എന്താന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ അവേക്കനിങ് തന്നെയാണ്. കുറേ അധികം ആൾക്കാർ സ്പിരിച്വൽ അവേക്കനിങ് ആയിട്ട് കയറുന്നുണ്ട്. ചിത്രശലഭങ്ങളെ കാണുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ കുറെ സൈൻ നിങ്ങളുടെ ലൈഫിൽ എനിക്ക് ഫുൾ കാണാൻ പോകുന്ന സൈനാണ്. അതായത് നെക്സ്റ്റ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ സൈനാണ്. അതേപോലെ തന്നെ റീബർത്ത്, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം സിറ്റുവേഷൻസ്, നിങ്ങളുടെ കർമ്മ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി കുറേ അധികം ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. നിങ്ങളുടെ സൈക്കിക് അറ്റാക്കുകൾ മാറ്റാൻ വേണ്ടി, ചേഞ്ച് ആക്കാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിലോട്ട് പല ആൾക്കാരാണ് ഈ ഒരു സമയത്ത്. ഒരു റീബർത്ത്, ഒരു പുതിയൊരു ജന്മം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ചേഞ്ച് ആവുന്നുണ്ട്. രഹസ്യം
എന്തൊക്കെയോ കാര്യങ്ങൾ രഹസ്യം നിങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എന്തൊക്കെയോ കാര്യങ്ങൾ വരുന്നുണ്ട്. നെക്സ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് പഴയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ച് കടന്നു വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് ആഗ്രഹിച്ച വ്യക്തികളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ച വ്യക്തികളായിരിക്കാം. അവരൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് റിട്ടേൺ തിരിഞ്ഞു വന്ന് നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളെ വേണം, നിങ്ങൾ ഈ വ്യക്തിക്ക് വേണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റും. പഴയ കൂട്ടുകാർ, പഴയ ഫ്രണ്ട്സ്, ഇവരൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നത്. നിങ്ങൾ എവിടേക്ക് കറങ്ങാൻ പോകുന്നു, നിങ്ങൾ ഹാപ്പിനെസ് ആയിട്ടിരിക്കുന്നു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നൊക്കെയുള്ള കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. നല്ലത് ഏതാണ്, ചീത്ത ഏതാണ് എന്ന് മനസ്സിലാക്കി പെരുമാറാൻ പറ്റുന്ന ഒരു തരം സിറ്റുവേഷനിലായിട്ടാണ് സെക്കൻഡ് ബെൽ ചൂസ് ചെയ്ത ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഇനി പോകുന്നത്, നിങ്ങൾ തന്നെയാണ് നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന കുറേ അധികം സിറ്റുവേഷൻസ് കാരണം എന്ന് പറയുന്നത് യൂണിവേഴ്സലായിട്ട് കാണുന്നില്ല. നിങ്ങൾ ചെയ്ത കർമ്മപരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. മേ ബി നിങ്ങൾ പണ്ട് ചെയ്ത കർമ്മങ്ങളായിരിക്കും. കൊച്ചിലെ നിങ്ങൾ ആരും അറിയാതെ ചെയ്തു പോയ കുറേ അധികം പ്രശ്നങ്ങളായിരിക്കും. നിങ്ങൾ ചെറിയ ജീവികളെ കൊന്നു കാണാം, അല്ലെന്നുണ്ടെങ്കിൽ ചെറു പ്രാണികളെ കൊന്നു കാണാം, അല്ലെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിന്റെ പരമായിട്ട് നിങ്ങൾ കുറേ അധികം നശിപ്പിച്ചുണ്ടായിരിക്കും. യൂണിവേഴ്സിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ളതായിരിക്കാം. നിങ്ങൾ പണ്ട് എങ്ങനെ നടന്ന ആൾക്കാരാണ് നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കി, ഇപ്പം നിങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ റിയലൈസേഷൻ ജസ്റ്റ് ഇപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ തിങ്ക് എനിക്കിവിടെ ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പണ്ട് എത്രത്തോളം അടിപൊളിയായിട്ട് ജീവിച്ചിരുന്ന വ്യക്തികളാണെന്ന് എനിക്കറിയാം. ഇന്ന് നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ നിൽക്കുന്നു എന്നിവിടെ വ്യക്തമായ പ്ലാനിങ് എനിക്കുണ്ട്. ഇവിടെ നിങ്ങളൊരു രാജാവ് തന്നെയാണ്. അത് നിങ്ങളുടെ രാജ്യത്ത് നിങ്ങളുടെ രാജാവ് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾ ചെയ്ത എന്തൊക്കെയോ സിറ്റുവേഷൻസ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണിച്ചു വെച്ച എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ രാജാവല്ലാണ്ടായി പോയി എന്നുള്ളതാണ് ഇവിടെ ഈ സമയത്ത്. പക്ഷെ ഇപ്പോഴും നിങ്ങൾ എംപ്രസ് കാർഡ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ രാജാവ്, അതായത് കിങ് എപ്പോഴും കിങ് തന്നെയാണ്. അതിൽ വേറെ മാറ്റവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് സ്പിരിച്വൽ പരമായിട്ടുള്ള കുറേ അധികം കണക്ഷൻസ്, കുറേ സൈനുകൾ നിങ്ങൾ കാണാൻ കഴിയും. എന്തിൻ്റെയൊക്കെ കുറേ സൈനുകൾ. അതേപോലെ തന്നെ എന്താ പറയാ, നിങ്ങളെ എവിടെ നിന്നൊക്കെ ഒരു പവർ വന്ന് നിങ്ങൾ എന്തൊക്കെയോ രക്ഷിക്കുന്നതായിട്ട്, എവിടെ നിന്നൊക്കെ എന്തൊക്കെയോ പവർ വന്ന് നിങ്ങളെ എക്സ്ട്രാ നിങ്ങൾ എന്താ പറയാ, നിങ്ങളെ സംരക്ഷിക്കുന്നതായിട്ടൊക്കെ ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നുണ്ട്. അത്രത്തോളം എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് ഈ സമയത്ത് വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കർമ്മപരമായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി ചേഞ്ച് ആയി പോയി. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇനി എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത്, അതിലോട്ടൊക്കെ നിങ്ങളെ കടത്തിക്കൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. പുതിയ ഫ്രണ്ട്സ് ഉണ്ടാവുന്നു, പുതിയ ഫാമിലി ഉണ്ടാവുന്നു, പുതിയ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വരേണ്ട ആൾക്കാർക്ക് ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റഡ് ആയി വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഈ സമയത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഗോൾ, ലക്ഷ്യസ്ഥാനത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ കമ്പൽ ചെയ്യുന്ന എന്തൊക്കെയോ പവറുകൾ, നിങ്ങളായിട്ട് തന്നെ നിങ്ങൾക്കൊരു എനർജി, കംഫർട്ട് സോൺ വിട്ട് പുറത്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കുറേയധികം പെയിൻ അനുഭവിക്കുന്നുണ്ട്, കുറേയധികം വിഷമങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, കുറേയധികം സിറ്റുവേഷൻസ് നിങ്ങൾ തരണം ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങളുടെ കണ്ണ് നിറയുന്നുണ്ട്. ഐ തിങ്ക് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ട്, നിങ്ങൾ പെയിൻഫുൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ യു ആർ ഏഞ്ചൽ, നിങ്ങളൊരു മാലാഖയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഏഞ്ചൽ തന്നെയാണ്. നിങ്ങൾ എത്രത്തോളം ഡൗൺ ആക്കി കഴിഞ്ഞാലും, നിങ്ങൾ എത്രത്തോളം താഴ്ന്ന് അടിച്ചമർത്തി കഴിഞ്ഞാലും, നിങ്ങളുടെ കൂടെയുള്ള ഡിവൈൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു പവർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുവരും എന്നുള്ളത് ഭയങ്കരമായിട്ടും യൂണിവേഴ്സലി നിങ്ങൾക്കത് പ്രോമിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്ന ഈ ഒരു സമയം. ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. പുതിയ രാജ്യങ്ങളോട്ട് പോവുക, പുതിയ സ്ഥലങ്ങൾ തേടി പോവുക, പുതിയ മേച്ചിൽപ്പുറം തിരങ്ങി പോവുക, ഒറ്റയ്ക്ക് നിന്ന് പഠിക്കുക, ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടി പഠിക്കുക, കുറേയധികം സ്ട്രോങ്ങസ്റ്റ് ആവുക. അതേപോലെ തന്നെ എന്താ പറയുക, ആർക്കൊക്കെ വേണ്ടി കാത്തിരിക്കുക, എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടാവുക. ഇതൊക്കെ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടൊരു ചേഞ്ച് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഇനി പവർ എന്താണ്, തീ എങ്ങനെ യൂസ് ചെയ്യണം, വെള്ളം എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയാൻ പറ്റുന്നൊരു പവർ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞു. യു ആർ ഏഞ്ചൽ, നിങ്ങളൊരു മാലാഖയാണ്. നിങ്ങൾ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നേടിക്കഴിഞ്ഞു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്പിരിച്വൽ പരമായി നിങ്ങൾ കുറേയധികം ആൾക്കാർ നോയിപ്പിച്ചിട്ടുണ്ട്, കുറേയധികം പ്രശ്നങ്ങളോട് നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം മറികടന്ന് നിങ്ങൾ ഈ ഒരു സമയത്ത് കിങ് ആയിട്ട് തന്നെ മാറും, അല്ലെങ്കിൽ മാറിയിരിക്കുന്ന സിറ്റുവേഷൻ. നിങ്ങൾക്ക് നിങ്ങളുടേതായ വാല്യൂ മനസ്സിലാക്കി, നിങ്ങളുടേതായ പോയിന്റ് മനസ്സിലാക്കി, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ആഗ്രഹങ്ങളെല്ലാം നേടി നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു. അതായത് ഒരു ക്യൂബ് നിങ്ങളുടെ കയ്യിൽ തന്നതിന് ശേഷം അത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇരുന്ന് പഠിച്ച് നിങ്ങളുടെ കയ്യിൽ ഒരു ക്യൂബ് കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞു. പവർ നിങ്ങൾ നേടിക്കഴിഞ്ഞു, എൻജോയ്മെന്റ് ആയി കഴിഞ്ഞു, സ്ട്രോങ്ങസ്റ്റ് ആയി കഴിഞ്ഞു. എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളൊരു വ്യക്തമായ പ്ലാൻ നിങ്ങൾക്ക് ഈ സമയത്ത് അറിയാം. ഇതാണ് നിങ്ങളുടെ നെക്സ്റ്റ് ലൂപ്പ്, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻ നിങ്ങളുടെ നെക്സ്റ്റ് ലൂപ്പ് എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ സോളിനുള്ള ഒരു ആഗ്രഹം, നിങ്ങളുടെ സോൾ കുറച്ചും കൂടെ അവേക്കനിങ് ആവുന്നുണ്ട്. പ്രതീക്ഷയ്ക്കും അപ്പുറം നിങ്ങളുടെ സോൾ വളർന്നു, പ്രതീക്ഷയ്ക്കും മേളിൽ നിങ്ങളുടെ സോൾ വളർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം വിധിപ്രകാരം നിങ്ങൾ പോകുന്ന സിറ്റുവേഷനേക്കാളും നിങ്ങൾ അച്ചീവ് ചെയ്ത കുറേയധികം സിറ്റുവേഷൻസ് ഉണ്ട്, നിങ്ങൾ നേടിയ കുറേയധികം സിറ്റുവേഷൻസ് ഉണ്ട്, നിങ്ങൾ ആഗ്രഹിച്ച കുറേയധികം സിറ്റുവേഷൻസ് ഉണ്ട്. ഇതിലോട്ടൊക്കെ നിങ്ങളെ കടത്തിക്കൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ ഇതിലോട്ടൊക്കെ നിങ്ങൾ പോകാൻ ചാൻസ് ഉള്ള
ഒരു സമയമായിട്ടാണ് ഈ ഒരു ടൈപ്പ് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് ലൂപ്പ് അങ്ങനത്തെ ഒരു ലൂപ്പായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് പൈൽ. താങ്ക് യു. അപ്പം ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണൽ ട്രേഡിംഗ് താല്പര്യമുണ്ട് ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാവും. കോൾ ചെയ്താൽ എനിക്ക് എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ വാട്സപ്പിലാണ് കൂടുതലും മെസ്സേജ് ഒക്കെ അയക്കാറ് ആൾക്കാർ. അപ്പം നിങ്ങൾ അങ്ങനെ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. വിളിച്ചാൽ തന്നെയും കിട്ടുമെന്നൊന്നും ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പം മാക്സിമം ആൾക്കാർ വാട്സപ്പ് ഇല്ലാത്ത ആൾക്കാർ കോൾ ചെയ്തു കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക. ഫസ്റ്റ് പൈൽ സെക്കൻഡ് പൈൽ എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോട്ട് കാണാം. ടാറ്റ.